സ്വദേശ് മെഗാ ക്വിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിനു മുൻപ് 3 പാർട്ട് സ്വദേശ് മെഗാ ക്വിസ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത കൂട്ടുകാർ കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അത് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഈയിടെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ CEO ആയി നിയമിതനായത് ഗുനാൽ ഷാ എന്ന വ്യക്തിയാണ്. എങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിൻ്റെ CEO ആയിട്ടാണ് നിയമിതനായത്? ഉത്തരം വാട്സാപ്പ്. ജന്തർ മന്ദറിലെ സമരത്തെ തുടർന്ന് രാജിവെച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം ധർമ്മേന്ദ്ര പ്രധാൻ. 2011 കണക്കനുസരിച്ച് ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം എത്ര? 1000 പുരുഷന്മാർക്ക് 941 സ്ത്രീകൾ. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് മാറ്റിവെച്ച സെൻസസ് യഥാർത്ഥത്തിൽ ഏത് വർഷം നടക്കേണ്ടിയിരുന്ന സെൻസസ് ആണ് 2027 പൂർത്തിയാകുന്നത്? ഉത്തരം 2021. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാം എന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യൻ നാഷണൽ ആർമി ശക്തിപ്പെടുത്തിയ നേതാവ് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹ സമരം ചമ്പാരനാണെന്നറിയാമല്ലോ. എന്നാൽ ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നിരാഹാര സമരം ആയുധമാക്കിയത് ഏത് സമരത്തിലൂടെ ആയിരുന്നു? ഉത്തരം അഹമ്മദാബാദ് മിൽ സമരം. ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ചത് 1937 എങ്കിൽ എന്തിനായിരുന്നു ഗാന്ധിജി അന്ന് സന്ദർശിച്ചത്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ച്. 2026 ചിന്താ രവീന്ദ്രൻ പുരസ്കാരത്തിന് അർഹയായത്? ഉത്തരം ഭാവന. പസഫിക് സമുദ്രത്തിൻ്റെ മധ്യകിഴക്കൻ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ സമുദ്രജലം അസാധാരണമായി ചൂടാകുകയും ആഗോളതാപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുകയും ചെയ്യുന്ന പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം എൽ നിനോ. മലാല ദിനം എന്ന്? ഉത്തരം ജൂലൈ 12. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ആയിരിക്കാമെന്ന് നോക്കാം. അവന്തിക, റഷീദ് അബ്ദുള്ള, അവന്തിക, അവനിക, ദർശന. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അപ്പം നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പേരുകേട്ട നഗരം ഏതാണ്? എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ പേരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു. താങ്ക്